സോണി, ഇപ്പോൾ മിനുമണി പറഞ്ഞൊരു കാര്യമുണ്ട്. ആസ് എ ക്രിക്കറ്റർ ഞാൻ പറയും, ഈ പിടിച്ചാൽ കിട്ടാത്തൊരു ഫോമിലാണ് ഇപ്പോൾ അഭിഷേക് ശർമ്മ ഉള്ളതെന്ന്. ഞാൻ ഇതേ സമാനമായിട്ടുള്ളൊരു വാചകം അടുത്ത് കേട്ടത് നമ്മുടെ രഞ്ജി ട്രോഫി ഫൈനലിലായിരുന്നു. അന്ന് വിദർഭയിൽ നമ്മൾ കളിക്കാൻ ഇറങ്ങിയപ്പോൾ കരുൺ നായരെ പറ്റി പറഞ്ഞത്. അദ്ദേഹം കരിയറിൽ ഏറ്റവും മികച്ച ഫോമിലാണ്, പിടിച്ചാൽ കിട്ടില്ല എന്ന് പറയുന്നത്. ഫൈനലിൽ അദ്ദേഹം അത് പ്രകടമാക്കുകയും ചെയ്തു. അപ്പോൾ അഭിഷേക് ശർമ്മയും അത്തരമൊരു ഫോമിലാണ് നമുക്ക് പ്രതീക്ഷിക്കാമല്ലേ? അഭിഷേക് ശർമ്മ ഇന്നും ഫയർ ആകട്ടെ. അല്ല, നമുക്ക് യുവരാജ് സിംഗിന്റെ ഒക്കെ 2008 ആ പ്രകടനങ്ങളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അദ്ദേഹത്തിന്റെ മെന്ററാണ് യുവരാജ് സിംഗ്. അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു മത്സരങ്ങളെ ഒറ്റയ്ക്ക് ജയിപ്പിച്ചുകൊണ്ട് മുന്നേറുന്നത് പല ടൂർണമെന്റുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അത് പക്ഷേ ഫൈനൽ മത്സരത്തിൽ ഇത്രയൊക്കെ ചെയ്തിട്ട് ഫൈനലിൽ അടിക്കാതായി പോകുന്നുള്ള ഒരു സാധാരണമായ ഒരു ക്രിക്കറ്റ് ആരാധകന്റെ ആ ഒരു വിഷമവും അല്ലെങ്കിൽ ആ ഒരു സമ്മർദ്ദവും ഒക്കെയാണ് നമുക്ക് ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമിയുടെ മനസ്സിലൊക്കെ ഉള്ളത്. പക്ഷേ അഭിഷേക് ശർമ്മയ്ക്ക് അത്തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടെന്ന് അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് കാണുമ്പോൾ തോന്നുന്നില്ല. യാതൊന്നും ചിന്തിക്കാതെ ആദ്യ പന്ത് മുതൽ തന്നെ അറ്റാക്കിങ്ങിലേക്ക് കൊണ്ടുവരാൻ, പലപ്പോഴും ഒരറ്റത്ത് ബാക്കിയുള്ളവരൊക്കെ സ്ട്രഗിൾ ചെയ്യുമ്പോഴും മറ്റൊരു വിക്കറ്റിലാണ് താൻ കളിക്കുന്നത് എന്നുള്ള ഒരു പ്രതീതിയാണ് അദ്ദേഹം ബാറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അത്തരത്തിൽ തന്നെ ഫൈനലിൽ തുടങ്ങാനും അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാനും തന്നെ ആയിരിക്കും അദ്ദേഹം ശ്രമിക്കുന്നത്. വളരെ ഫിയർലെസ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഈ സീസണിൽ അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത്. അത് തുടരുക തന്നെ വേണം. പ്രത്യേകിച്ച് ആദ്യ 6 ഓവറുകൾ നമുക്ക് അനുകൂലമായി കഴിഞ്ഞാൽ പാകിസ്ഥാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും തിരിച്ചു വരാനായിട്ട്. റൈറ്റ്. പാകിസ്ഥാനെ സംബന്ധിച്ച് ഡോക്ടർ അജിത് കുമാർ, ഈ ടീമിന്റെ ഒരു കരുത്ത് അത് സംശയമില്ല. അവരുടെ ഓപ്പണിംഗ് പേസ് ബോളർമാരാണ്. ഈ ഇന്ത്യൻ ടീം സ്പിന്നർമാരെ കേന്ദ്രീകരിച്ച് മുന്നോട്ട് നീങ്ങിയപ്പോൾ പാകിസ്ഥാൻ അവരുടെ ഷഹീൻ ഷാ അഫ്രീഡിയിലും ഹാരിസ് റൌഫിലും വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. അഫ്രീഡി ആ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുന്നു. രണ്ടുപേരും 9 വിക്കറ്റ് അല്ലേ? ഈ ടൂർണമെന്റിൽ 9 വിക്കറ്റ് വീഴ്ത്തിയിട്ടുണ്ട് 2 പേസർമാരും. ഇന്ത്യൻ ഓപ്പണർമാർക്ക് ഈ മൂന്നാമത്തെ മത്സരത്തിലേക്ക്, അതായത് പാകിസ്ഥാനെതിരെ മൂന്നാമത്തെ മത്സരത്തിലേക്ക് എത്തുമ്പോൾ ആ പേസർമാർ ഒരു വെല്ലുവിളിയാകുമോ? അവരുടെ ഒരു ടാക്ടിക്സ് എന്തായിരിക്കും? ആദ്യമായിട്ട് അഫ്രീദി ഇന്ത്യയുടെ ആദ്യത്തെ 2 മത്സരങ്ങളും ഒറ്റ വിക്കറ്റ് എടുത്തിട്ടില്ല. അദ്ദേഹം 9 വിക്കറ്റ് എടുത്തിട്ട് മറ്റു മത്സരങ്ങളില്ല. അതെ, അതാണ് ആദ്യം പറയുന്നത്. അഫ്രീദിയാണ് അവരുടെ നമ്പർ 1 ബോളർ. അദ്ദേഹത്തിന് ഇന്ത്യയുടെ അഗൻസ്റ്റ് ഒറ്റ വിക്കറ്റ് കിട്ടിയിട്ടില്ല. അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. ആദ്യത്തെ മത്സരത്തിൽ ആദ്യത്തെ 2 ഓവറിന് ശേഷം സൽമാൻ അയാളെ കൊണ്ട് ബോൾ പോലും ജയിച്ചില്ല. രണ്ടാമത്തെ മത്സരത്തിൽ അദ്ദേഹം 4 ഓവറിൽ 40 റൺ കൊടുത്തു എന്നുള്ളത് കാണാം. അപ്പൊ അഫ്രീദി തന്നെ ഒരു ഇത്തിരി സമ്മർദ്ദത്തിലാണ്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം ആദ്യത്തെ മത്സരത്തിൽ അദ്ദേഹം ഇത്തിരി ഓവർപിച്ച് ചെയ്തപ്പം അഭിഷേക് ബൗണ്ടറി അടിച്ചു. രണ്ടാമത് ഷോട്ട് എടുത്തപ്പം അഭിഷേക് 6 അടിച്ചു. അപ്പൊ അങ്ങനെയാണ് അവർ തമ്മിൽ ആ ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ ആ ബാക്ക്ഗ്രൗണ്ടിൽ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരെക്കാളും കൂടുതൽ സമ്മർദ്ദം പാകിസ്ഥാനി ബോളേഴ്സാണ്. ഞാൻ നോക്കുമ്പോൾ ഹാരിസ് റൌഫ് കുറച്ചും കൂടി, എനിക്ക് ആദ്യത്തെ മത്സരത്തിൽ ഹാരിസ് റൌഫിനെ എടുക്കാത്തപ്പോ തന്നെ ഒരു ഭയങ്കര ആശ്ചര്യമായിരുന്നു. കാരണം അവർ ആ സിയാം എന്നുള്ള ഓപ്പണിംഗ് ബോളർ അദ്ദേഹത്തെ കൊണ്ട് ബോൾ ചെയ്യിച്ചു. കാര്യം ശരിയാണ്, അദ്ദേഹമാണ് 3 വിക്കറ്റും എടുത്തത്. പക്ഷെ എന്നാലും ആ ഒരു ലെവലിലേക്ക് ഹാരിസ് റൌഫ് ഇന്നും ഇന്ത്യയായിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ബോളറും കൂടിയാണ്. അദ്ദേഹത്തെ ആദ്യത്തെ മത്സരത്തിൽ കളിപ്പിക്കാത്തത് തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ചോളം ഒരു വലിയൊരു മിസ്റ്റേക്ക് ആയിട്ട് ഞാൻ കാണുന്നത്. പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല, അവർ മിസ്റ്റേക്സ് ഉണ്ടാക്കുന്നത് ഇന്ത്യക്ക് നല്ല കാര്യമാണ്. ഹാരിസ് റൌഫും ഇവരുള്ള ഓപ്പണിംഗ് പെയറിൽ എനിക്ക് തോന്നുന്നു കൂടുതൽ ഡേഞ്ചർ ഹാരിസ് റൌഫാണ്. കാരണം അഫ്രീദിക്ക് ആ ഒരു നെർവസ്നെസ് എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവും ഇവരോട് ബോൾ ചെയ്യുന്ന സമയത്ത്. കാരണം 2 മത്സരങ്ങൾ ഒറ്റ വിക്കറ്റില്ല ഇന്ത്യയുടെ അഗൻസ്റ്റ്. അപ്പൊ ആ ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ അവരുടെ സ്പിന്നേഴ്സ് കുറച്ചും കൂടി, നവാസ് വളരെ നന്നായിട്ട് ബോൾ ചെയ്യും. അവർക്കൊരു ആ കാര്യത്തിൽ നവാസും സിയാമും കൂടി ഇവർ രണ്ടുപേരാണല്ലോ ഇപ്പോഴത്തെ അവരുടെ ഒരു സെൻസേഷൻസ് ആയിട്ട് ഏറ്റവും നന്നായിട്ട് ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവരുടെ ബോളിംഗ് കുറച്ചും കൂടി ഇഫക്റ്റീവ് ആണ്. ഞാനിപ്പോ ഇന്നത്തെ മത്സരത്തിൽ എനിക്ക് എപ്പോഴും തോന്നുന്നത് പാകിസ്ഥാൻ ബോളിംഗ് വേഴ്സസ് ഇന്ത്യസ് ബാറ്റിംഗ് ആണ് ഇന്ന് നടക്കാൻ പോണത് ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം. കാരണം മറ്റേ വെച്ച് നോക്കുമ്പോൾ പാകിസ്ഥാന്റെ ബാറ്റിംഗ് വളരെ ഫെയിലിയർ ആണ്, ഇന്ത്യയുടെ ബോളിംഗ് ഈസ് ഓൾവേസ് ഓൺ ടോപ്പ്. അപ്പൊ ഇന്ത്യൻ ഫെയിലിംഗ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ എങ്ങനെ പാകിസ്ഥാൻ ബോളേഴ്സിനെ ടാക്കിൾ ചെയ്യും. ആദ്യത്തെ സോണി പറഞ്ഞ പോലെ ആ പവർ പ്ലേയില് 6 ഓവേഴ്സിൽ എങ്ങനെ എത്ര സ്കോർ ചെയ്യും. കാരണം ഇതുവരെ എല്ലാ മത്സരത്തിലും 70 റണ്ണാണ് നമ്മുടെ ആവറേജ് ഈ ഇന്ത്യയുടെ പവർ പ്ലേയില്. ആ ആവറേജ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ? അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തില് 2ാമത് ബാറ്റ് ചെയ്യുന്നവർക്കാണ് കൂടുതൽ വിജയ സാധ്യതയും. അപ്പൊ അങ്ങനത്തെ ഒരു മത്സരത്തിൽ ആദ്യം നമ്മൾ ബാറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ആദ്യം ബാറ്റ് ചെയ്താൽ കൂടുതൽ സമ്മർദ്ദവും ഉണ്ടാവും. കാരണം ഒരു 1 ടോട്ടലിലേക്ക് നമ്മൾ പോകേണ്ടി വരും. അല്ലെങ്കിൽ പാകിസ്ഥാൻ അത് ഏറ്റെടുക്കും. എന്നാൽ അവര് കഴിഞ്ഞ തവണ ദുബായിൽ 172 റണ്ണ് നമ്മൾ ഒരു ഓവറിൽ കൂടുതൽ 7 ബോൾ ബാക്കിയുണ്ടാവുമ്പോൾ നമ്മൾ വിജയിച്ചു. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എല്ലാം താങ്കൾ പറഞ്ഞ ഒരു ചോദ്യത്തോട് തിരിച്ചു പറയുകയാണെങ്കിൽ പാകിസ്ഥാൻ ബോളേഴ്സിൽ
അവരെ പേസ് ബോളേഴ്സിന്റെ സമ്മർദ്ദത്തിൽ തന്നെയാണ്. കാരണം ഇന്ത്യൻ ബാറ്റ്സ്മാരുടെ ഫോം ആ ലെവലിലാണ്. റൈറ്റ്. അതാണ് ഇന്ത്യൻ ബാറ്റർമാരുടെ ഫോം ആ ലെവലിലാണ്. എന്തായാലും വിനു അവിടെ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും വിനു ഈ പാകിസ്ഥാൻ എതിരാളി വരുമ്പോൾ എപ്പോഴും അതൊരു ആവേശമാണ്. വിനു അങ്ങനെയാണ് തോന്നാറുള്ളത്? വിനുവിനും അങ്ങനത്തെ ഒരു ആവേശം എന്തുകൊണ്ടാണ് ഈ പാകിസ്ഥാൻ ഓപ്പോസിറ്റ് റൈവലായിട്ട് വരുമ്പോൾ ഇത്രമാത്രം ആവേശം വിനു? അല്ല, അത് ഞാൻ ഇപ്പൊ കുറച്ചും കൂടി പറഞ്ഞുതരാം. അത് ഉറപ്പായിട്ടും ഉണ്ടാവും. കാരണം നമുക്കൊരു സ്പിരിറ്റാണ്. ഞാൻ അതുകൊണ്ടാണ് വേറെ ഏതൊരു ടീമുമായിട്ടും ഇന്ത്യ കളിക്കുമ്പോഴും നമുക്ക് കളി കണ്ടുണ്ടാവുന്ന ഒരു സ്പിരിറ്റാണ്. ചില കളികൾ ഭയങ്കര എന്താ പറയാ, ഭയങ്കര സമ്മർദ്ദത്തിലൊക്കെ ഇങ്ങനെ ഒരു കൊണ്ടെത്തിക്കുന്ന ആ കളികളാണ്. പക്ഷെ ഒരു ഗെയിം, ഇപ്പൊ പാകിസ്ഥാൻ ഇന്ത്യ ഗെയിം ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ പ്രത്യേകിച്ച് നമുക്കൊരു ഇമോഷണൽ കണക്റ്റും കൂടെ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട് അങ്ങനത്തെ മാച്ചസിൽ. കാരണം അത് പ്ലെയേഴ്സിനായാലും ഉണ്ട്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. കാരണം ബാക്കി ഏത് ഗെയിം കളിക്കുന്ന ആൾക്കാരും അതിൽ ഫോം ആവാത്ത ആൾക്കാർ പോലും ഈ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൽ എങ്ങനെയും അവർ ആ ഒരു സ്പിരിറ്റ്, ഇമോഷണലി ഒരു ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സ്പിരിറ്റ്, ഭയങ്കരമായിട്ട് എനർജിയും അവർക്ക് അവിടെ ഫീൽ ചെയ്ത് കണ്ടിട്ടുണ്ട്. സോ അത് 100% ഈ ഇന്ത്യക്ക് സ്പിരിറ്റ് ഉണ്ടാവും. ആ സ്പിരിറ്റ് ഇതിൽ വർക്ക്ഔട്ട് ആവും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ശരി, എന്തായാലും ടോസിനുള്ള സമയമാകാൻ പോവുകയാണ്. ഏതാണ്ട് 3 മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. അല്പസമയത്ത് നമുക്കറിയാം ടോസ് അത് നിർണായകമാകും എന്നുള്ളത്. മിനു തന്നെ പറയട്ടെ. മിനു, ഈ ടോസ് നിർണായകമാകും, അവിടുത്തെ ഒരു പിച്ചൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കരുതുന്നത്? ടോസ് അത്രമാത്രം ഒരു ഫാക്ടറാണോ മിനു? എനിക്ക് തോന്നുന്നു ടോസ് നിർണായകം ആവുമോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു അനുകൂലമായിട്ട് ടോസ് കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ലതെന്ന് തന്നെയാണ് ഞാൻ പറയുക. കാരണം നമ്മൾ ടോസ് കിട്ടി, ഇപ്പോൾ ഏതാണെങ്കിൽ പോലും നമ്മുടെ ടീം നല്ല രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ടീമാണ്. അപ്പോൾ ടോസ് കിട്ടിയാൽ നല്ലതാണ്. എങ്കിൽ കിട്ടിയില്ലെങ്കിൽ പോലും ഏതൊരു ഡിപ്പാർട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ, അതായത് ബാറ്റിംഗ് ആണെങ്കിലും ബൗളിംഗ് ആണെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിൽ മികച്ച രീതിയിൽ ചെയ്യാനുള്ള താരങ്ങൾ നമ്മുടെ ടീമിലുണ്ട്. അതുകൊണ്ട് തന്നെ അത്ര വലിയ രീതിയിലൊരു ടോസ് ഒരു മാറ്റർ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. റൈറ്റ്, മിനുവിന്റെ അഭിപ്രായം അതാണ്. ഞാൻ സോണി ചെറുവത്തൂരിലേക്ക്. സോണി ഇപ്പോൾ ഉള്ളത് ദുബായിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സോണി, എന്താണ് ഇപ്പോൾ അവിടുത്തെ ഒരു കാലാവസ്ഥയൊക്കെ? ഈ ടോസ് അവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണോ? സെക്കൻഡ് ബാറ്റ് ചെയ്യുന്ന ടീമിന് അവിടെ ഒരു ആധിപത്യം ഉണ്ടായി കണ്ടിട്ടുണ്ട് ദുബായ് സ്റ്റേഡിയത്തിൽ. പക്ഷേ അത് അത്രമാത്രം ഒരു ഫാക്ടറാണോ? ഇനി ഫൈനൽ ആയതുകൊണ്ട് അതൊരു കൂടുതൽ ഫാക്ടറായി പ്രൊജക്ട് ചെയ്ത് വന്നേക്കാം. അല്ല, പലപ്പോഴും ഫൈനലിലേക്ക് വരുന്ന സമയത്ത് ചേസ് ചെയ്യാന്നുള്ളതിന്റെ സമ്മർദ്ദം അല്പം കൂടിയെങ്കിൽ മാത്രമാണ്. പക്ഷെ പൊതുവെ T20 ക്രിക്കറ്റിൽ പ്രത്യേകിച്ച് ഇവിടെ ദുബായ് സ്റ്റേഡിയത്തിലും ഒക്കെ തന്നെ രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ടീമിന് ഒരു നേരിയ മുൻതൂക്കമുണ്ട് എന്നുള്ള വസ്തുത തന്നെയാണ്. അവിടെ വ്യൂവിന്റെ വലിയ ഫാക്ടറുകൾ ഉണ്ടാകുന്നത് മാത്രമല്ല, പൊതുവെ ആ ബാറ്റിങ്ങിന് അനുകൂലമായിട്ട് വിക്കറ്റ് മാറുന്നത് പല സമയത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ അത് വലിയൊരു ഫാക്ടറായിട്ട് ഈ ഫൈനൽ മത്സരത്തിലേക്ക് മാറുമോ എന്നുള്ള ഒരു സംശയം ബാക്കി നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ടോസ് കിട്ടിയാൽ ആദ്യം ബോൾ ചെയ്യാം, അതൊരു നേരിയ മുൻതൂക്കം നൽകും. പക്ഷെ ആദ്യം ബാറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും നല്ല ടോട്ടലിലേക്ക് എത്തിയാൽ അത് ഡിഫെൻഡ് ചെയ്യാൻ തക്ക ആ ഒരു ബോളിംഗ് കരുത്ത് നമുക്കുണ്ട് എന്ന് നമുക്ക് കഴിഞ്ഞ മത്സരങ്ങളിൽ വ്യക്തമാണ്. ബുംറയും 2 സ്പിന്നേഴ്സും അക്ഷർ പട്ടേലും കൂടിയൊക്കെ വരുന്ന സമയത്ത് ഏത് വലിയ ബാറ്റിംഗ് നിരയും പിടിച്ചു കെട്ടാൻ, പ്രത്യേകിച്ച് റെഗുലർ ഇന്റർവെൽസിൽ വിക്കറ്റ് നേടാൻ തക്ക കരുത്തുള്ള ബോളേഴ്സ് നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും മികച്ചത് പുറത്തെടുത്താൽ മാത്രമാണ് ഇന്ത്യക്ക് ഒരു വെല്ലുവിളിയാവാൻ സാധിക്കുക. റൈറ്റ്, സോണി, ഒരു കാര്യം കൂടി, ഇപ്പോൾ അവിടുത്തെ കാലാവസ്ഥ എന്താണെന്ന് കൂടി ഒന്ന് പറയാമോ? ഇനി മറ്റൊന്ന്, എത്രയാണ് ഒരു ടാർഗറ്റ് ആയിട്ട് സോണി ഫിക്സ് ചെയ്യുന്നത് ഈ മത്സരത്തിൽ, ഈ ഫൈനലിൽ? ഇവിടെ ഇപ്പോഴും ചൂട് അങ്ങനെ വല്ലാതെ കുറഞ്ഞിട്ടില്ല. പക്ഷെ അതൊരു വലിയ ഫാക്ടറായിട്ട് മാറില്ല. ആദ്യം ബോൾ ചെയ്യുന്ന സമയത്ത് ഒരു നേരിയ ബുദ്ധിമുട്ട് ഉണ്ടാവാം. പക്ഷെ അതിനപ്പുറത്തേക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും, അല്ലെങ്കിൽ കാലാവസ്ഥ കുറച്ചുകൂടി മെച്ചപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഈ ഫൈനലിൽ എത്തിപ്പെടുന്നത്. ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീം 170 മുകളിൽ എത്തിക്കഴിഞ്ഞാൽ രണ്ടാമത് ബാറ്റ് ചെയ്യാൻ അത്ര എളുപ്പമായിരിക്കില്ല. പാകിസ്ഥാൻ അത്തരത്തിലുള്ള ടോട്ടലിലേക്ക് എത്തി രക്ഷപ്പെട്ടു എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ കളിക്കുന്നത് ഇന്ത്യക്കെതിരെയാണെന്ന് അവർ കഴിഞ്ഞ മത്സരത്തിൽ ഒന്ന് മറന്നുപോയിരുന്നു. പക്ഷെ 170 ഈ ഫൈനൽ മത്സരത്തിലേക്ക് വരുമ്പോൾ ഒരു നല്ല ടോട്ടൽ തന്നെയായിരിക്കും. അത് ഇന്ത്യ ആണെങ്കിലും പാകിസ്ഥാൻ ആണെങ്കിലും രസകരമായിരിക്കും മത്സരം. റൈറ്റ്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും സോണി ചെറുവത്തൂരാണ്. സോണിക്ക് ഒരു അത്യാവശ്യം മറ്റൊരു മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. താങ്ക് യു സോണി ഫോർ ജോയിനിങ്. എന്താണെങ്കിലും ദുബായിലാണ് സോണി ഉള്ളത്. സോണിക്കും ഈ പറയുന്ന പോലെ കുറച്ച് തിരക്കുകൾ ഉള്ളതുകൊണ്ടാണ് സോണിനെ വിടുന്നത്. എന്തായാലും കൂടുതൽ ചോദിക്കാനുണ്ടായിരുന്നു. പക്ഷേ ഞാൻ മറ്റുള്ള അതിഥികളിലേക്ക് വരാം.
ഡോക്ടർ അജിത് കുമാർ, ഈ നമ്മൾ ടോസിലേക്ക് പോവുകയാണ്. ടോസിൽ സൂര്യകുമാർ യാദവും സൽമാൻ അഗയും എന്താണ് തീരുമാനമെടുക്കുന്നത് നമുക്ക് കാത്തിരിക്കാം. ഇനി അതിനേക്കാൾ ഉപരിയായിട്ട് താങ്കളുടെ ഒരു എക്സ്പെക്ടിങ് ടാർഗറ്റ് എന്താണ് ഈ മത്സരത്തിൽ? ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യേണ്ടി വന്നാൽ